നമസ്കാരം. ഇന്ന് നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു വടയാണ്. പരിപ്പ് വട ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ പരിപ്പും ചക്കക്കുരും കൂടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു വടയാണ്. അത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. ചക്കക്കുരു തിന്നാത്ത ആൾക്കാർക്കും ഇതിൽ അരച്ച് ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയില്ല നമുക്ക് ചക്കക്കുരു ചേർത്തിട്ടുണ്ടെന്ന്. പരിപ്പ് വട തിന്നാൻ പോലെ എല്ലാവരും തിന്നോളും. അതിന് നമ്മൾ ഒരു ഗ്ലാസ് പരിപ്പ്, ചെറിയ ഗ്ലാസ്സാണ് പരിപ്പ് കുതിർത്തി വാരി വെച്ചത്, ചക്കക്കുരു ഇതോടെ ഈ തൊലി പോലും കളയാണ്ട് നുറുക്കിയെടുത്തത്, ഇതുകൊണ്ടൊരു പാത്രം, ഒരു കപ്പ്. പിന്നെ മല്ലിയിലയുണ്ട്, ഇതിൽ കറിവേപ്പിലയുണ്ട്, ഒരു സബോള, പിന്നെ 4 പച്ചമുളക്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ 10-15 അല്ലി വെളുത്തുള്ളി ഉണ്ട്. ഇത് കണ്ടോ, 10-15 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഉണ്ട്. ഇനി പിന്നെ ആവശ്യത്തിന് ഉപ്പാണ് വേണ്ടത് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം മിക്സിയിൽ ഇത് അരച്ചെടുക്കണം. ഇത് മിക്സിയിൽ നമ്മൾ എല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചക്കക്കുരു ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുതിർത്തി വാരി വച്ചിരിക്കുന്ന പരിപ്പ്, ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ പച്ചമുളക് 4 എണ്ണം നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുത്തു, പരിപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ ഈ പച്ചമുളക് 4 എണ്ണം ഉള്ളത് അത് അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു സബോള, പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും, നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടിയിട്ട് നമ്മൾ ഇത് അരച്ച് എടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് അരച്ച് വെള്ളം ചേർത്തോടാണ്ട് അരച്ചെടുക്കണം. നമ്മൾ അരയ്ക്കാന്ന് പറഞ്ഞാൽ നല്ലവണ്ണം അറിയണ്ട കേട്ടോ, അങ്ങനെ അരച്ചെടുക്കാം. ചക്കക്കുരു അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചക്കക്കുരു ഇതേപോലെ അരച്ച് പരിപ്പും കൂടി അരച്ചിട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും. ചക്കക്കുരു തിന്നാൻ മടിയുള്ളവർ പോലും ചക്കക്കുരു ഉണ്ടെന്ന് ഇതിൽ അറിയില്ല. അതേപോലെ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എല്ലാം നമ്മൾ ഇതിലേക്കൊന്ന് മാറ്റട്ടെ. അപ്പോൾ എല്ലാം നമ്മൾ അരച്ചത് എല്ലാം നമ്മൾ ഈ ബേസിനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളത് ഓരോ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് ഇത് ഉപ്പൊക്കെ കറക്റ്റാണ്, എരിവൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഇങ്ങനെ മെല്ലെ ഒന്ന് പരത്തിയിട്ട് നമ്മൾ ചുട്ടെടുക്കാം. പരിപ്പോട ചുടണ പോലെ നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ചക്കക്കുരു ഉണ്ടെന്നും ഒന്നും ആരും അറിയില്ല. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കാനായിട്ട്, കഴിക്കാനായിട്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാം. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ ഉണ്ടാക്കുന്നവർക്ക് ഓയിലിൽ ഉണ്ടാക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഇതുണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത്ര മതി. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമ്മളിതേ കണ്ടില്ലേ, ഒരു ഉരുള ഇതേപോലെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. ഓരോന്ന് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുത്തു. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് ഇപ്പോൾ ഇതിൽ 4 എണ്ണം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെന്ത് വരുമ്പോൾ നമുക്ക് അടുത്തത് ഉണ്ടാക്കാം. ഇതിങ്ങനെ 2 ഭാഗവും ഒരിഞ്ഞ് കിട്ടണം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആദ്യം ഇട്ടത് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അതുപോലെ ഓരോ ഭാഗം ഇങ്ങനെ മെറൂൺ കളറാവുന്നത് വരെ, നന്നായി മെറൂൺ കളറാവുന്നത് വരെ നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുക്കാം.
പൊട്ടിയൊന്നും പിടിക്കില്ല. ഇതൊന്ന് വെന്ത് വരട്ടെ. ചെറുതീലിട്ടിട്ടാണ് നമ്മൾ വേവിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കക്കുരു പരിപ്പൊക്കെ ഒന്ന് വെന്ത് വരണ്ടേ. അപ്പോൾ നമ്മൾ നല്ല ചൂടിലിട്ട് കഴിഞ്ഞാൽ പുറം കരിയുള്ളൂ, ഉള്ളു വേവില്ല. ഇത് 2 വശവും മുരിഞ്ഞ് വരുന്നുണ്ട്, കണ്ടില്ലേ? നല്ലോണം പൊള്ളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ? കുണ്ടച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറുതീലിട്ടിട്ടാണ്, നല്ല വലിയ തീയിലിട്ട് കഴിയുമ്പോഴേ ഉള്ളു വേവില്ല. നമ്മൾ ചക്കക്കുരൊക്കെ ഒന്ന് വെന്ത് വരേണ്ടതല്ലേ. അപ്പോൾ ഇത് 2 വശം മുരിഞ്ഞ് വരുന്നുണ്ട്. രുചികരമായ ചക്കക്കുരുവും പരിപ്പും കൂടിയിട്ടുള്ള വട. ഇത് കണ്ടു കഴിഞ്ഞാൽ നോക്കി നല്ല കുണ്ടച്ച വെളിച്ചെണ്ണപ്പം പോലെ ഇരിക്കുന്നുണ്ട്, കണ്ട? നല്ല കുണ്ടച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഓരോന്നോരോന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. ഇതിൽ ഇപ്പോൾ ചെറുതീരിട്ട് വേവിച്ചാലും എണ്ണ തീരെ കുടിച്ചിട്ടില്ല കേട്ടോ. എണ്ണ തീരെ കുടിച്ചിട്ടില്ല. ഇനി ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. പടവും വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. രണ്ടാമത്തെ പടവ് ഞാൻ ഉണ്ടാക്കിയത് കണ്ടില്ലേ, നടുക്ക് ചെറിയൊരു ദ്വാരം ഇട്ടിട്ടാണ്, അങ്ങനത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കിയത്. ആദ്യം ഉണ്ടാക്കിയത് ദ്വാരം ഇല്ലാണ്ട്, രണ്ടാമത് ഉണ്ടാക്കിയത് ദ്വാരം ഇട്ടിട്ട്. ഇനി ഇതെല്ലാം നമുക്ക് വേവിച്ചിട്ട് അങ്ങനെ നമ്മുടെ രുചികരമായ പരിപ്പും ചക്കക്കുരും കൂടിയിട്ടുള്ള വടകൾ ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രുചിയാണത്. നമ്മൾക്കിത് ഇട്ടിട്ടുണ്ടെന്നും കൂടി അറിയും കൂടി ഇല്ല. ഇത് ചക്കക്കുരു ഇട്ടിട്ടുണ്ടെന്നും കൂടി നമുക്കറിയില്ല. ചക്കക്കുരു ഒരുവിധ ആൾക്കാർക്കൊന്നും, കുട്ടികൾക്കൊന്നും തിന്നാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ സോസും കൂടി ചേർത്ത് കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. കുട്ടികൾക്കൊന്നല്ല, മുതിർന്നവർക്ക് ഇപ്പോൾ സോസ് വേണമെന്നൊന്നുമില്ല. കുട്ടികൾക്കാകുമ്പോൾ സോസ് ആകുമ്പോൾ കൂടുതൽ ഇഷ്ടമാവുമല്ലോ. അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് ഓട്ടില്ലാണ്ട് ഉണ്ടാക്കിയത്, ഇത് ഓട്ടിയാക്കിയിട്ട് ഉണ്ടാക്കിയത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.